കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലെ ആശീർവാദത്തിൽ ഇന്ന് മുഴുവനും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഇന്ന് ഏറ്റെടുക്കുകയും നിങ്ങൾ പോകുന്നിടത്തെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം സമയബന്ധിതമായി ലഭിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു. നിങ്ങളെടുത്തുള്ള ഉടമ്പടിയിലെ ഉണർവോട് ജീവിക്കുവാൻ, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി അവൻ പറയണ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് അനുസ്മരണം നൽകട്ടെ. പുതിയ ബോധ്യങ്ങൾ, പുതിയ ഓർമ്മകൾ, ദൈവസ്നേഹത്തിൻ്റെ വക്താക്കളായി സുവിശേഷത്തിൻ്റെ സാക്ഷികളാക്കാൻ, കർത്താവിൻ്റെ സ്വന്തമായി നിലനിൽക്കാൻ ജീവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാതെ അലയുന്ന മക്കൾ, ജോലിക്ക് തടസ്സം നേരിട്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി പിരിച്ചുവിടപ്പെട്ടവർ, ജോലി സസ്പെൻഷനായവർ, അങ്ങനെ വരുമാന മാർഗ്ഗം മുട്ടിപ്പോയവർ, കടകമ്പോളങ്ങൾ നടത്തുന്നവർ, വ്യാപാര വ്യവസായങ്ങൾ, ഏജൻസി പണികളും ചെയ്യുന്നവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അവർക്കുള്ള പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്ക് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, പ്രതീക്ഷ യോഗ്യതാ പരീക്ഷയുടെ അനുകൂലമായ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, അവരുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ യോഗ്യതയൊക്കെ അവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിങ്ങളെ ഉന്നതമായ ഉപരി വിദ്യാഭ്യാസ യോഗ്യതയായി തീർക്കാനും, നിങ്ങൾക്ക് വീണ്ടും ഭാരപ്പെടുന്ന എല്ലാവിധ റെപ്പറ്റീഷൻസിൽ നിന്നും പരീക്ഷ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ അവസ്ഥകളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. നിനക്കൊരു സഹായം വേണമെന്ന് ആവശ്യമുള്ള നിമിഷങ്ങളിൽ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യത്തിൽ നിന്നെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അത് ഏത് മേഖലയിലായാലും, ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും നീ പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, തകർന്നുപോയ ബന്ധങ്ങളാകാം, സങ്കടപ്പെടുന്ന രീതിയിൽ ഉള്ള വഞ്ചനയാകാം, ഒഴിവാക്കലുകളാകാം, എന്താണ് നീ അനുഭവിക്കുന്ന മനോദുഃഖങ്ങൾ, അതിൻ്റെ മേൽ കർത്താവിൻ്റെ ചൈതന്യം ഇറങ്ങി വസിക്കുകയും കർത്താവിനെ സന്ധിക്കുകയും ചെയ്യട്ടെ. ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അതില്ലാത്തതിൻ്റെ പേരിൽ നീ തരം താഴ്ത്തപ്പെടുകയും മറ്റുള്ളവർ നിന്നെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിന് ഭാരം തോന്നുന്നവർ ഈ ആശീർവാദം കൊണ്ട് മാതാവിൻ്റെ കൃപയും ശക്തിയിലും ചൈതന്യത്തിലും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും നോക്കട്ടെ. ആരെയും മനസ്സിൽ ഓർത്ത് വിഷമിക്കാതെ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വേരൂന്നിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പ്രത്യേകമായ ദൈവവിശ്വാസവും പ്രത്യേകമായ ദൈവസ്നേഹവും കർത്താവ് നിനക്ക് നൽകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഉന്നമിച്ചിരിക്കുന്ന രക്ഷപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിൽ എത്ര വേഗേന എത്തിച്ചേരാൻ നിലവിലുള്ള തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ